കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്നൊരു വാർത്തയുടെ ഹെഡിങ് വായിക്കാം. ബീഫ് വരുമാനം 34,177 കോടി, ലോകശക്തികളെ കീഴടക്കി ഇന്ത്യ, മുന്നിൽ നയിച്ച് UP, വാങ്ങാൻ സൗദിയും വിയറ്റ്നാമും. ഇങ്ങനൊരു ഹെഡിങ് വന്നു. ഇതേ വാർത്ത മാധ്യമത്തിൽ വന്നത് ഇങ്ങനെയാണ്: കൊല്ലുന്നത് നീയെ, കൊയ്യുന്നത് നീയെ, ഇന്ത്യയുടെ ബീഫ് കയറ്റുമതി വരുമാനം 34,177 കോടി. ഇതിൽ മാധ്യമത്തിൻ്റെ വാർത്ത, അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു എന്ന് തോന്നി. ഇത് വായിക്കുമ്പോൾ എനിക്കും കുറേ തെറ്റിദ്ധാരണകൾ, കുറേ സംശയങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറേ കമൻറ്റുകൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കയറ്റി അയക്കുന്നതിൽ പാവങ്ങളായ മനുഷ്യരുടെ ഇറച്ചിയുമുണ്ടോ? നല്ല ഒന്നാന്തരം പശു ഇറച്ചി. ഗോവർ നിരോധനം എന്നത് പശുക്കളെ ഫ്രീ ആയി വെട്ടിവിൽക്കാനുള്ള ഐഡിയ മാത്രമാണ്, അല്ലാതെ സംഘികൾക്ക് പശു അമ്മയും തേങ്ങയും ഒന്നുമല്ല. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കമൻറ്റ് ബോക്സ് പോകുന്നത്. അപ്പം നമ്മൾ ഇതൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ ബീഫ് കയറ്റുമതി അതിനകത്തൂടെയുള്ള വരുമാനം 34,177 കോടി എന്ന് പറയുന്നു. UP പോലത്തെ ഉള്ള സ്ഥലത്ത് ഇതിൻ്റെ പേരിലൊക്കെ ഒത്തിരി ആക്രമണങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. UP ആണ് കയറ്റുമതിയിൽ മുമ്പിൽ. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷനാണ്. എന്താണ് ശരിക്കും ഈ ഒരു വാർത്തയുടെ, അല്ലെങ്കിൽ ഈ ഒരു ബീഫ് കയറ്റുമതി വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഇതിനെപ്പറ്റി പറയുമ്പോൾ പൊതുവേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ചരിത്രം നോക്കുമ്പോൾ ഈ ബീഫുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം അല്ലെങ്കിൽ പശുവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം 2014 മുതൽ തുടങ്ങിയതല്ല. അതിന് ഒരുപാട് ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് നേരത്തെ തന്നെ. ഇപ്പോൾ 1925 RS ഉണ്ടായതിനു ശേഷവും തുടങ്ങിയതല്ല. പശുവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശ്വാസങ്ങളും വളരെ കാലം മുന്നേ തന്നെ ഭാരതത്തിലുണ്ട്, ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്, കേരളത്തിലുമുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കേരളവും ഭാരതവും ഒക്കെ സന്ദർശിച്ചിട്ടുള്ള ഒരുപാട് പേര്. അപ്പോൾ എന്തിനാണ് കേരളം എടുത്തു പറയുന്നതെന്ന് ചോദിക്കരുത്. അതെന്ന് വെച്ചാൽ കേരളത്തിൽ അറിയാമല്ലോ, കേരളം വേറെയാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളുള്ളതുകൊണ്ടാണ്. ഇതിൽ ചെറിയൊരു ഉദാഹരണം ചരിത്രത്തിൽ നിന്ന് പറയാം. അതായത് ചരിത്രത്തിലെല്ലായിടത്തും ഹിന്ദുക്കളെ മതം മാറ്റാൻ അല്ലെങ്കിൽ മതം മാറി എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പശുവിറച്ചിയാണ്. പശുവിറച്ചി തീറ്റിച്ചുകൊണ്ടാണ് മതം മാറ്റുന്നത്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പശു എന്ന് പറയുന്നത് ഒരു പുണ്യമൃഗമായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം. അത് RSSോ BJPയോ ഒന്നും തുടങ്ങിയ സംഭവമല്ല. ഇതാണ് ചരിത്രത്തിൻ്റെ ചെറിയൊരു കാര്യം. അതായത് ഞാനിത് പറഞ്ഞത് പശുവും ഹിന്ദുക്കളും തമ്മിലുള്ളൊരു ബന്ധം പറഞ്ഞതാണ്, അതിൻ്റെ ഒരു സംസ്കാരം പറഞ്ഞതാണ്. കേരളത്തിലുൾപ്പെടെ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിലും 1921 മാപ്പിള ലഹളയിലും പശുവിറച്ചി കൊടുത്ത് ഹിന്ദുക്കളെ മതം മാറ്റുന്ന ഇതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ക്ഷേത്രങ്ങൾ അശുദ്ധമാക്കുന്നത് പശുവിനെ വെട്ടി അതിൻ്റെ കുടൽമാല വിഗ്രഹത്തിൻ്റെ കഴുത്തിലിട്ടും ശ്രീകോവിലിൽ പശുവിൻ്റെ ചോരയൊഴുക്കിയുമൊക്കെയാണ്. പശുവിൻ്റെ, അത് കൃത്യമായിട്ട് ഓർക്കണം, അതുകൊണ്ട് മാത്രമേ ഈ പറയുന്ന മതഭ്രഷ്ട് ഹിന്ദുക്കൾക്കുണ്ടാകുന്നുള്ളൂ എന്ന് അധിനിവേശം ചെയ്ത ഇസ്ലാമിക രാജാക്കന്മാർക്കൊക്കെ അറിയാമായിരുന്നു. ഇതൊരു ചരിത്രം, ഇതവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ സംഭവം ആർക്കായാലും സംശയം തോന്നും. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനമുണ്ട്, അതല്ലേ? അതാണ് സംശയം. പക്ഷേ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആർക്കായാലും ഒരു സംശയം തോന്നാം, ഇത് ഇന്ത്യയിൽ ഗോവധ നിരോധനമുള്ള സംസ്ഥാനങ്ങളൊന്നാണ് ഉത്തർപ്രദേശ്. പക്ഷേ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നുണ്ട്. സ്വാഭാവികമാണ്. ഇത് ചെറുതായി നമുക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവും. ഈ പറയുന്ന മനോരമ ആയിക്കോട്ടെ, മനോരമയുടെ വാർത്ത കുറച്ച് ബുദ്ധിപരമായ വാർത്തയാണ്. അതിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ എങ്ങനെ ഉണ്ടാവുന്നില്ല. ഇല്ല, രാഷ്ട്രീയം എന്നുള്ള അർത്ഥത്തിലല്ല, വാർത്ത മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് പറയുന്നുണ്ട് കൂടുതൽ അയക്കുന്നത് ബഫല്ലോ മീറ്റ് ആണെന്ന്, മാംസമാണെന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും നമുക്കൊരു സംശയം തോന്നും, കൂടുതൽ അയക്കുമ്പോൾ കുറച്ചെന്തൊക്കെയോ മറ്റേത് പോകുന്നുണ്ടല്ലോ എന്നൊരു സംശയം നമുക്ക് തോന്നും. പക്ഷേ മാധ്യമത്തിൻ്റെ വാർത്ത കൃത്യമായ അജണ്ട വെച്ച് തന്നെയുള്ള വാർത്തയാണ്. കാര്യം മാധ്യമം സ്വാഭാവികമാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണമാണ് മാധ്യമം. അപ്പോൾ അവർക്ക് അങ്ങനെ തന്നെ പെരുമാറിയേ പറ്റും. പക്ഷേ സത്യം പറയുക എന്നുള്ള ഒരു ധർമ്മം അവിടെ പാലിക്കപ്പെടുന്നില്ല. പ്രൊപ്പഗണ്ടയാണ് നടത്തുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് പശുവിറച്ചി കയറ്റുമതി ചെയ്യുന്നില്ല. പശുവിറച്ചി അല്ലെങ്കിൽ പശു, കാള അല്ലെങ്കിൽ കുട്ടികൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇറച്ചിയും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നത് ഒരിക്കലും BJP സർക്കാർ വന്നതിന് ശേഷവുമല്ല. 1960 മുതൽക്ക് തന്നെ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അങ്ങനെയാണ്. അതായത് സ്വാഭാവികമായിട്ടും അന്ന് കോൺഗ്രസ് സർക്കാരാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് നോക്കുന്നത്, ഇപ്പോൾ ഞാൻ പറയാം, അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്,
അപ്പോൾ അത് സംശയമുള്ളവർക്ക് അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഈ രാജ്യത്തെ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ട്, മീറ്റ് എക്സ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും പറയുന്നതുമായ അല്ലെങ്കിൽ അതിൻ്റെ വിശദ വിവരങ്ങൾ കിട്ടുന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, APED എന്ന് പറയും. അപ്പോൾ അതിൽ കയറി നോക്കിയിട്ട് അതിൽ നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസി നോക്കണം. നോക്കുന്ന സമയത്ത് അതിൽ റെഡ് മീറ്റ് മാനുവൽ, അതായത് റെഡ് മീറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഒരു മാംസം കയറ്റുമതി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടുള്ള സംഗതിയാണ്. അതിൽ എടുത്തു നോക്കുമ്പോൾ അതിലൊരു എന്താ പറയുക, അതിൻ്റെ ഒരു പട്ടികയുണ്ട്. ഫോറിൻ ട്രേഡ് പോളിസി ഫോർ എക്സ്പോർട്ട് ഷീപ്പ്, ഗോട്ട്, ബഫല്ലോ. ഷീപ്പ്, ഗോട്ട്, ബഫല്ലോ. അതിൽ പശുവില്ല. ഈ ബീഫ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇവിടെ ബീഫ് എന്ന് പറയുമ്പോൾ കൂടുതലും പോത്തിറച്ചിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസി അനുസരിച്ച് ബീഫ് എന്ന് പറയുന്നത് പശു, കാള, കുട്ടികൾ, അതിൻ്റെ മാംസവും മറ്റ് അതുമായി ബന്ധപ്പെട്ട ഇതുമാണ്. ബഫല്ലോ മീറ്റ് എന്നാണ് എരുമയിറച്ചിക്ക് പറയുന്നത്. അതായത് ബീഫ് ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്നില്ല. അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെ ചിലപ്പോൾ ആളുകൾ അത് കബളിപ്പിച്ച് അയക്കുന്നില്ല സാധ്യതയുണ്ടാവും. അതില്ല എന്ന് പറയുന്നില്ല, പക്ഷേ നിയമപ്രകാരം ചെയ്യാൻ കഴിയില്ല. ഇനി അങ്ങനെ അയക്കുന്നവർക്കെതിരെ നടപടികൾ എടുക്കുന്നതിൻ്റെ വാർത്തകളും ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബീഫ് ഓഫ് കൗ, ഓക്സൺ ആൻഡ് കാഫ് എക്സ്പോർട്ട് പോളിസി പ്രൊഹിബിറ്റഡ്. ഇത് കൃത്യമായ ഡേറ്റയാണ്. അപ്പോൾ നോട്ട് പെർമിറ്റഡ് ടു ബി എക്സ്പോർട്ടഡ്, അതായത് പശുവിറച്ചി, പശുമാംസം, കാള ഇതുമായി ബന്ധപ്പെട്ട ഒരു മാംസവും ലീഗലി ഇന്ത്യ കയറ്റി അയക്കുന്നില്ല. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതായത് അത് പൂർണ്ണമായും നിരോധനമാണ്. പിന്നെ ഈ പറയുന്ന മൊത്തം കമൻറ്റുകൾ, ഈ മാധ്യമം എഴുതിയ ആ വാർത്ത, ഇതൊക്കെ തീർച്ചയായും ഒരു പ്രൊപ്പഗണ്ടയും, ഒന്നുകിൽ സത്യം അറിയാതെ ആയിരിക്കാം വാർത്ത കൊടുക്കുന്നത്, അല്ലെങ്കിൽ സത്യം അറിയാമെങ്കിലും ഈ ഉദ്ദേശം വെച്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾക്കൊരു ഏകദേശം ഒരു ധാരണയായല്ലോ. അതായത് ഒരു തെറ്റിദ്ധാരണയുള്ളത് മാറി. അതായത് ചെറിയൊരു തെറ്റിദ്ധാരണ മാറാനുണ്ട്. പറയൂ. ആ കമന്റ് ബോക്സിൽ തന്നെ വേറൊരു കമന്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, പക്ഷേ സംഘികളുടെ പേരിലാണ് അല്ലെങ്കിൽ സംഘികളാണ് കൂടുതലായിട്ട് ഇത്തരത്തിൽ ബീഫ് കയറ്റി അയക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള ആളുകളുടേതാണ്. അപ്പം ഇതൊന്നും മാറ്റാൻ പോകത്തില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുമ്പോൾ വീണ്ടും ഇതായല്ലോ, അതായത് പശുവിനെ കൊല്ലരുതെന്ന് പറയുന്നു, ഗോഹത്യ പാവമാണെന്ന് പറയുന്നു, ഇതെല്ലാം പോരാഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന ഉത്തർപ്രദേശ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഈ രണ്ട് കള്ളങ്ങളാണ് ഒരുമിച്ച് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് മാത്രമല്ല, സ്ഥാപനങ്ങൾ, ഈ കമ്പനികളെല്ലാം ആരുടെയാണ്? സംഘികളുടെയാണ്. ഇതാണ് കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, അതായത് ഫ്രൂട്ടിയിൽ എയ്ഡ്സ് രോഗിയുടെ രക്തം കലർന്നു എന്ന് പറഞ്ഞ് പണ്ട് വാട്സാപ്പ് വഴി ഓടിക്കൊണ്ടിരുന്ന പോലെയാണ് ഇതും. ഈ കമൻറ്റുകൾ കണ്ടാൽ അത് മനസ്സിലാവും. എന്നാൽ ഏറ്റവും കൂടുതൽ ബഫല്ലോ മീറ്റ്, ബീഫല്ല, ബഫല്ലോ മീറ്റ് കയറ്റി അയക്കുന്ന 10 കമ്പനികൾ എടുത്താൽ അതിൽ മുസ്ലിം പേരല്ലാത്ത ഒരൊറ്റ കമ്പനിയുള്ളൂ. ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന അല്ലാന സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അത് ഓണർ ആരാണെന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. അപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്യുന്നില്ല, അത് കാണുന്നവർക്ക് വിടുന്നു. HMA അഗ്രോ ഇൻഡസ്ട്രീസ് രണ്ടാമത്തത്, ഫെയർ എക്സ്പോർട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് മൂന്നാമത്തത്, ഇത് ലുലുവിൻ്റെയാണ്. അൽ കബീർ എക്സ്പോർട്സ്, ഇതാണ് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. ഈ അൽ കബീർ RSകാരുടെയാണെന്നാണ് കേട്ടുകൊണ്ടിരുന്നത്. അൽ ഹമദ് അഗ്രോ ഫുഡ് പ്രോഡക്ട്സ്, മിർഹ എക്സ്പോർട്സ്, MK ഓവർസീസ്. ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് MK ഓവർസീസ് ഒഴിച്ച് ബാക്കി ഒരൊറ്റ കമ്പനി പോലും ഹിന്ദു പേരുള്ളവരുടേതായിട്ടില്ല. ഇല്ല. അപ്പോൾ ഇതിൽ നിന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ വലിയ കള്ളം കൂടെ പൊളിയുകയാണ്. അപ്പോൾ ഒരേ സമയം 2 കള്ളങ്ങൾ സത്യം അറിഞ്ഞിട്ടും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പേരുകളൊക്കെ ഉള്ള, അപ്പോൾ സ്വാഭാവികമായിട്ടും വരാനുള്ളൊരു സംശയമാണ്, ഈ പേരുകൾ വെച്ചിട്ട് നമുക്കൊരു മറവിൽ ഇത് നടത്താം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അൽ കബീർ ഉദാഹരണത്തിന്, അൽ കബീർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്ന സ്വാഭാവികമായിട്ട് അത് ഒരു ഹിന്ദു എന്താ പറയുക ഫേക്ക് ID വേണമെങ്കിൽ തുടങ്ങത്തില്ലേ? അതെ, അങ്ങനെ ഒരു സംശയം തോന്നാം. പക്ഷേ ഇതൊരു കമ്പനിയാണല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ RSSകാർ അൽ കബീർന്ന് പേരിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് പശുമാംസം കയറ്റി അയക്കുന്നു എന്നൊക്കെയായിരുന്നു പ്രചരണം. പക്ഷേ ഒന്ന്, പശുമാംസം കയറ്റി അയക്കുന്നില്ല.
ബഫല്ലോ മീറ്റാണ്. 2 ഈ അൽക്കബീർ RSകാരുടെയേ അല്ല, ഹിന്ദുക്കളുടേത് പോലുമല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളവരുടെ പേരുകൾ എല്ലാവരുടെയും കൃത്യമായി ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടും. ബാക്കി എല്ലാ സാധനങ്ങളും ഗൂഗിളിൽ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നവരല്ലേ. മലയാളികൾ ഈസി ആയിട്ട് വിചാരിച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിനൊന്നും മെനക്കെടില്ല. ഈ സംഗതി ഇങ്ങനെ തന്നെ പോയാൽ മാത്രമേ ഇതുവഴിയുള്ള രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ കഴിയുള്ളൂ. അതുമാത്രമാണ് ഈ പറയുന്ന ഈ ബീഫ് കയറ്റി അയക്കലിൻ്റെയും ഉത്തർപ്രദേശ് നമ്പർ 1 ആകുന്നതിൻ്റെയും ഈ വാർത്തയിലെല്ലാം യോഗി ആദിത്യനാഥിൻ്റെ തലയുണ്ട്. അതെ, അത് ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ തലയും വെച്ച് ഇത്ര കോടി പൈസയും കിട്ടുന്നു, പക്ഷേ ഗോഹത്യ പാവമാണെന്ന് പറഞ്ഞിട്ട് കയറ്റി അയക്കുന്നു പ്രചാരണം. എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് ഇതറിയാതെ വിശ്വസിക്കുന്നവരുണ്ട്. എനിക്കിപ്പോൾ അറിയത്തില്ലായിരുന്നു. അത് നമ്മൾ സ്വാഭാവികമായിട്ടും ആരായാലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വാർത്ത കാണാൻ സ്വാഭാവികമായിട്ടും നോക്കുന്നതിന്റെ കമന്റ് ബോക്സ് ആണ്. അപ്പോൾ കമന്റ് ബോക്സിൽ ഇത്തരത്തിലുള്ള കമന്റുകളാണ് കൂടുതൽ. സ്വാഭാവികമായിട്ടും നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, എല്ലാവരും അത് ശരിയാണെന്നല്ലേ ചിന്തിക്കുകയുള്ളൂ. അല്ല, കാരണം ഈ ചോദ്യം വരുമല്ലോ, ഗോഹത്യ ഭാവമാണെന്ന് പറയുന്നു, എന്നിട്ട് ഏറ്റവും കൂടുതൽ കയറ്റി ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ ആർക്കായാലും ചോദ്യമുണ്ട്. പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ പ്രൊപ്പഗണ്ട, അതായത് സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരുമെന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കൃത്യമായി ഇങ്ങനെയുള്ള നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാർത്തകൾ വന്നാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ഡേറ്റ പരിശോധിച്ച് നോക്കുക എന്നല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അതായത് കമന്റ് ബോക്സ് നോക്കി വിശ്വസിക്കരുത്. ആ കമന്റ് ബോക്സ് അല്ല, വാർത്ത പോലും വിശ്വസിക്കും. അതെ, എങ്ങനെ വിശ്വസിക്കും? ഇപ്പോൾ മാധ്യമത്തിൻ്റെ മാത്രം വാർത്തയല്ല, അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഇന്ത്യ ഇത്ര കോടി ഇത് പറഞ്ഞല്ലോ, ഒരു സംഖ്യ പറഞ്ഞല്ലോ, അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇഷ്ടം പോലെ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രൊപ്പഗണ്ടയോട് കൂടി നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ ഉൾപ്പെടെ, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഡിയോ ഉൾപ്പെടെ. അപ്പോൾ കള്ളം മാത്രമാണത്, പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു സംഭവമില്ല. ഇന്ത്യ പശുവിറച്ചി അല്ലെങ്കിൽ ബീഫ് എന്ന് പറയുന്ന സംഗതി, പശു, കാള ഇവയുടെ ഇറച്ചി കയറ്റി അയക്കുന്നില്ല. പൂർണ്ണമായും പ്രോഹിബിറ്റഡ് ആണ്. ബഫല്ലോ മീറ്റ് മാത്രമാണ് കയറ്റി അയക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വേറൊരു സംശയം ഉണ്ടായിരുന്നു, ഇതിനും വേണ്ടി എങ്ങനെയാണ് ബഫല്ലോ ഉണ്ടോ എന്നൊരു സംശയം. അത് ഈ കേരളത്തിൽ കിടക്കുന്നതിൻ്റെ പ്രശ്നമാണ്. കേരളത്തിന് പുറത്തേക്ക് ബഫല്ലോ എത്രയുണ്ടെന്നുള്ളത് കൃത്യമായ കണക്കുകൾ ഇതുപോലെ സർക്കാരിൻ്റെ വെബ്സൈറ്റുകളിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. അത്രത്തോളം കൃത്യമായ കണക്കുകൾ എല്ലാ വർഷവും സെൻസസ് അനുസരിച്ച് 10 വർഷം കൂടുമ്പോഴുള്ള സെൻസസും അതിനനുസരിച്ചുള്ള ഈ മൃഗങ്ങളുടെയൊക്കെ സെൻസസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം.